വടക്കാഞ്ചേരിക്കാരെ, നിങ്ങൾ അറിഞ്ഞ സിൽക്ക് ഗാർഡനിൽ ഒരു ഗംഭീര സംഭവം നടക്കുന്നുണ്ടാ. ഞാൻ പറഞ്ഞുതരാം. എല്ലാ വസ്ത്രങ്ങളും വൻ വിലക്കുറവിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. സിൽക്ക് ഗാർഡൻ ലൊക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടി പറയാണ്, കേരള ഗ്രാമീൺ ബാങ്കിന്റെയും മദ്രാസ് ഹോട്ടലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സിൽക്ക് ഗാർഡൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഓട്ടപ്പാച്ചിലിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. പട്ടാമ്പിയിൽ അവകാശവാദങ്ങൾ നിരത്തി LDFും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷയിൽ UDFും കേന്ദ്ര പദ്ധതികളുടെ ആത്മവിശ്വാസത്തിൽ NDAയും കളിക്കളത്തിൽ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി തിരക്കിലാണ്. വികസന തുടർച്ചയും മാറ്റവും തമ്മിലാണ് പട്ടാമ്പിയിലെ മത്സരം. 10 വർഷം കൊണ്ട് 1500 കോടിയുടെ വികസനം നടത്തിയെന്ന അവകാശവാദവുമായി തുടർച്ചയ്ക്കായാണ് LDF സ്ഥാനാർത്ഥി CPIയിലെ മുഹമ്മദ് മുഹസിൻ വോട്ടർമാരിലേക്ക് എത്തുന്നത്. തകർന്നു കിടക്കുന്ന റോഡുകളും സുരക്ഷാ ഭീഷണി ഉയർത്തിയിരുന്ന സ്കൂൾ കെട്ടിടങ്ങളും നവീകരിച്ചത് ചൂണ്ടിക്കാണിച്ചാണ് സിറ്റിംഗ് MLA കൂടിയായ സ്ഥാനാർത്ഥി വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത്. പട്ടാമ്പി പാലത്തിന് സ്ഥലമേറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചതും ഭാരതപ്പുഴയോരത്തും ഓർച്ചാർഡിലും മനോഹരമായ പാർക്കുകൾ നിർമ്മിച്ചതും ജനസേവനത്തിന്റെ പൊൻതൂവലുകളായി LDF പ്രവർത്തകർ എടുത്തു കാണിക്കുന്നു. GMLP സ്കൂൾ 100 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളാണ്. ആ സ്കൂള് 2016 കൂട്ടാൻ വെച്ച സ്കൂളുകളുടെ ലിസ്റ്റിലുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് തകർന്നു കിടക്കുന്ന സ്കൂളായിരുന്നു. ഇങ്ങനെ 4ലധികം സ്കൂളുകൾ ഉണ്ടായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും മെച്ചപ്പെടുത്താൻ നമ്മൾ തുനിഞ്ഞിറങ്ങുകയും വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ആ GMLP സ്കൂൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടമുണ്ട്, ഓഡിറ്റോറിയമുണ്ട്, ചുറ്റുമതിലുണ്ട്, കവാടമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, സ്മാർട്ട് കിച്ചനുണ്ട്, ബസ്സുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റത്തിന്റെ കരുത്തിലാണ് UDF പടക്കിറങ്ങുന്നത്. പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിച്ചും പതിറ്റാണ്ടുകളോളം CPM കുത്തകയാക്കി വെച്ചിരുന്ന വിളയൂർ, മുതുതല പഞ്ചായത്തുകൾ ഉൾപ്പെടെ കൈപ്പിടിയിലൊതുക്കിയതും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF കളം നിറയുന്നത്. നഗരസഭാ അധ്യക്ഷൻ കൂടിയായ TP ഷാജിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസുമായി അടഞ്ഞ് V4 പട്ടാമ്പി എന്ന കൂട്ടായ്മയുണ്ടാക്കി LDFിനൊപ്പം നിന്ന് 5 കൊല്ലം നഗരസഭ വൈസ് ചെയർമാൻ പദവിയും വഹിച്ച ശേഷമാണ് ഷാജിയുടെ ചുവടുമാറ്റം. മതപണ്ഡിതരെയും പ്രമുഖരെയും കണ്ട് ആശീർവാദം വാങ്ങിയുള്ള UDF സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥനയിൽ അണികൾക്കും പ്രതീക്ഷയേറെയാണ്. വികസന മുരടിപ്പാണ് മണ്ഡലത്തിലുള്ളതെന്ന് കുറ്റപ്പെടുത്തി നാടിന്റെ പുരോഗതിക്കായി UDFന് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് TP ഷാജി നടത്തുന്നത്. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോ ദിവസം കഴിയുന്നതോറും വലിയ ആത്മവിശ്വാസത്തോടും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി വലിയ ഒരു ജനവികാരം ആളിക്കത്തുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു സ്ഥാനാർത്ഥികൾക്കും ഓരോ അപരമാരും കളത്തിലുണ്ട്. NDAയ്ക്ക് വേണ്ടി പട്ടാമ്പി കോടതിയിലെ അഭിഭാഷകൻ P മനോജാണ് മത്സരരംഗത്തുള്ളത്. 2016 ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. കേന്ദ്ര പദ്ധതികളും മോദി പ്രഭാവവും ഒക്കെ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പിന്നോട്ടാണ് BJPയുടെ വളർച്ച. എങ്കിലും സംസ്ഥാനം ഭരിച്ചിരുന്ന ഇരു മുന്നണികളുടെയും കോട്ടങ്ങൾ ഉയർത്തിയും കേന്ദ്ര സർക്കാരിന്റെ വികസന വാഗ്ദാനങ്ങൾ നൽകിയുമാണ് NDA സ്ഥാനാർത്ഥി P മനോജിന്റെ പ്രചരണം. ജനങ്ങളിൽ നിന്ന് നല്ല തരത്തിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 2 മുന്നണികളും മാറി മാറി ഭരിച്ച കേരളത്തിൽ നടക്കുന്ന വികസന മുരടിപ്പ് അവരുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളും അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് BJPക്ക് ലഭിക്കുന്നത്. 3 സ്ഥാനാർത്ഥികൾക്കൊപ്പം STPI സ്ഥാനാർത്ഥി SP അമീർ അലി, സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹാരിസ് ബാബു എന്നിവരും മത്സരം കൊഴുപ്പിക്കാനുണ്ട്.